എന്തുകൊണ്ടാണ് ഡി കെ ശിവകുമാറിനെ ബി ജെ പിക്ക് ഇത്രത്തോളം പേടി? വ്യക്തമായ കാരണങ്ങളുണ്ട്. അതിൻ്റെ പേരിലാണ് ഡി കെ ശിവകുമാറിനെ കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടാനുള്ള കാരണവും. പലതവണ ഡി കെയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് റെയ്ഡുകളൊക്കെ നിരവധി തവണ ഡി കെയുടെ പല സ്ഥാപനങ്ങളിലും ഡി കെയുടെ വീടുകളിൽ വരെ നടന്നിട്ടുണ്ട്. അതിനൊക്കെ പ്രതിരോധിച്ച് ഡി കെ നിന്നിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രത്തോളം വലിയ ഭയം ബി ജെ പിക്ക് ഡി കെയുടെ മേലിൽ ഉണ്ടായിട്ടുള്ളത്? 5000 കോടി രൂപ ഓഫർ നൽകിയിട്ട് പോലും ഡി കെ കടന്നു വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇത്രത്തോളം ഭയമുണ്ടാക്കാൻ എന്താണ് ഡി കെ ചെയ്തിട്ടുള്ളത്? വ്യക്തമായ ഉത്തരങ്ങളുണ്ട്. 2001 മഹാരാഷ്ട്രയിലെ പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിന് തണലായി നിന്നത് ഡി കെ ശിവകുമാറാണ്. അത് വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ആ വിഷയം മുതൽ തന്നെ അമിത്ഷയുടെ കണ്ണിലെ കരടായി ഡി കെ ശിവകുമാർ മാറുകയായിരുന്നു. അത് കഴിഞ്ഞ 2017 ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ 42 കോൺഗ്രസ് MLA-മാരെ തന്റെ ബംഗളൂരുവിലെ റിസോർട്ടിൽ താമസിപ്പിക്കുകയും സുരക്ഷിതമായി അവരെ പാർപ്പിക്കുകയും ചെയ്തത് വലിയ ചർച്ചയായിരുന്നു. അന്ന് മുതൽ തന്നെ ബി ജെ പി ഡി കെ ശിവകുമാറിനെ നോട്ടമിടാൻ വേണ്ടി തുടങ്ങിയിരുന്നു. പല ഓഫറുകളും നൽകി നോക്കി. പക്ഷെ ഒന്നിനും ആ തറവാടി മയങ്ങിപ്പോകാൻ തയ്യാറായില്ല. അന്തസ്സോടുകൂടി പാർട്ടിയോട് കൂറു പുലർത്തിക്കൊണ്ട് തന്നെ ഡി കെ മുന്നോട്ട് വരികയും ചെയ്തു. ഒടുവിൽ പ്രതിസന്ധി തന്റെ സ്വന്തം കർണാടകയിൽ നേരിടേണ്ടി വന്നു. 2018 JDS-ഉം കോൺഗ്രസും സഖ്യത്തോടുകൂടി കർണാടകയിൽ ഭരണം തുടർന്നപ്പോൾ പക്ഷേ തിരിച്ചടിക്കാനായി യെദ്യൂരപ്പയും സംഘവും പല രീതിയിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് വരുന്നു. ഒടുവിൽ ഓപ്പറേഷൻ ലോട്ടസിന്റെ 5 ഘട്ടങ്ങളെയും തവിടുപൊടിയാക്കി മാറ്റിയത് ഡി കെ ശിവകുമാർ എന്ന രാഷ്ട്രീയ ചാണക്യനാണ്. അന്ന് വളരെ വ്യക്തമായി അവർ മനസ്സിലാക്കി കഴിഞ്ഞു, ഡി കെ തങ്ങൾക്കൊരു എതിരാളി തന്നെയാണ്. ബി ജെ പിക്കകത്തുള്ളവർ ഡി കെ വിശേഷിപ്പിക്കുന്നത് ബി ജെ പിയിലെ അമിത്ഷയ്ക്ക് തുല്യമാണ് കോൺഗ്രസിൽ ഡി കെ എന്നാണ് ബി ജെ പിക്കകത്തുള്ള ആളുകൾ ഡി കെ ശിവകുമാറിനെ വിശേഷിപ്പിക്കുന്നുള്ളത്. 1989 ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ദേവഗൌഡയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് രാഷ്ട്രീയ അരങ്ങേറ്റം ഡി കെ ശിവകുമാർ നടത്തുന്നുള്ളത്. അത് കഴിഞ്ഞ് HD കുമാരസ്വാമിയെ വലിയ രീതിയിൽ പരാജയപ്പെടുത്തുകയും അത് കഴിഞ്ഞ് കുമാരസ്വാമിയുടെ മകൻ അനിത കുമാരസ്വാമിയെ 8 നിലയിൽ പൊട്ടിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ ഡി കെ ശിവകുമാർ വിജയിച്ചു കയറിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റുന്ന രാഷ്ട്രീയ ബലം, രാഷ്ട്രീയ ചാണക്യൻ എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് ഡി കെ ശിവകുമാർ. പല രീതിയിലുള്ള ആസൂത്രിത നീക്കങ്ങൾ ഡി കെ ശിവകുമാറിനെതിരെ ഇപ്പോഴും ബി ജെ പി നടത്തിക്കൊണ്ടുണ്ട്. പല രീതിയിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ് തന്നെയാണ് ബി ജെ പിയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നുള്ളത്. അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ 2018 നാമനിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ സമയം അദ്ദേഹം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ 840 കോടി രൂപയുടെ ആസ്തി അദ്ദേഹം തെളിയിച്ചിരുന്നു. അത് തന്നെയാണ് വലിയ തിരിച്ചടി. കാരണം രാഷ്ട്രീയക്കാരിൽ അറിയപ്പെടുന്ന കോടീശ്വരന്മാരുടെ പട്ടികയിലുള്ള ഡി കെ ശിവകുമാറിനെ തകർക്കാൻ സാമ്പത്തികമായും രാഷ്ട്രീയപരമായും സാധിക്കുകയില്ല എന്നുള്ള ഒരു വലിയ സത്യം ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ഡി കെ ശിവകുമാറിനെ മുംബൈയിൽ തടയാനുള്ള കാരണവും മുംബൈയിൽ ഡി കെ ശിവകുമാർ എത്തുമെന്നുള്ള ഒരു മുൻകൂട്ടി കൊണ്ടുള്ള ഒരു കണക്കെടുപ്പ് ബി ജെ പി നടത്തിയതിന് പിന്നിലെയും കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഡി കെയുടെ മികവിനെ പലപ്പോഴും ബി ജെ പിയുടെ നേതാക്കന്മാർ തന്നെ പ്രശംസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ AICC അധ്യക്ഷൻ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്തുകൊണ്ടും ഡി കെ ശിവകുമാറിന്റെ പേര് മണിശങ്കർ അയ്യറിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ മുന്നോട്ട് വന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു രാഷ്ട്രീയ ചാണക്യനെ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചില മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഡി കെയുടെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരാനുള്ള കാരണവും. എന്തായാലും ബി ജെ പിയുടെ വലിയ ഒരു പേടി സ്വപ്നം തന്നെയാണ് ഡി കെ ശിവകുമാർ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.
ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.